ഹായ് എസ്തെറ്റിക് ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ലീക്യൂട്ട് മേക്ക് ഓവർ സ്റ്റുഡിയോ അഞ്ചലിലുള്ള മേക്ക് ഓവർ സ്റ്റുഡിയോയിലാണ്. ഞാനിവിടെ ഉണ്ട് ഒരുപാട് ഷൂട്ടുകൾ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട് ചില എപ്പിസോഡ്സിൽ. അപ്പോൾ തന്നെ എനിക്കൊരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇവിടെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ ഇന്ന് ഈ സീറ്റിലേക്ക് ഇരിക്കാമെന്ന് തീരുമാനിച്ചു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡാൻഡ്രഫിന് വേണ്ടിയിട്ടാണ്. കാരണം എനിക്ക് കുറച്ച് ഡാൻഡ്രഫ് ഉണ്ട്. അപ്പം ഞാനിങ്ങനെ മായ ചേച്ചിയുടെ അടുത്ത് എത്തി. എന്നിട്ട് പറഞ്ഞു, ചേച്ചി എനിക്ക് ഡാൻഡ്രഫിന് വേണ്ടിയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ മായ ചേച്ചി ഇത് ചെയ്യാൻ പോവുകയാണ് അല്ലേ ചേച്ചി? ഓക്കെ, എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചേച്ചി ചെയ്യുന്നത്? ഞാൻ ഒരു പുതിയ തരം ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്. അതൊരു 3 സെറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഡാൻഡ്രഫ് പൂർണ്ണമായിട്ടും മാറും. പക്ഷെ അതിൻ്റെ നന്നായിട്ട് കെയർ എടുത്താലേ അത് മാറത്തുള്ളൂ. കാര്യം ഒരു ജീപ്പ് മാത്രം, അവരവരുടെ ജീപ്പ് മാത്രം ഉപയോഗിക്കുക, അതുകൊണ്ടൊക്കെ അവരവരുടെ ടവലേ ഉപയോഗിക്കാവൂ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അങ്ങനെ നോക്കിയാൽ നമുക്ക് ഡാൻഡ്രഫ് ഉള്ളവർക്ക്, അല്ലെ നമ്മൾ ഈ ഡാൻഡ്രഫ് ഞാൻ പറയുന്ന ചില ഡോക്ടേഴ്സ് പറയും ഇത് പകരത്തില്ലെന്ന്. പക്ഷെ ഡാൻഡ്രഫ് പകരും. എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ കാണുന്നത് അങ്ങനെയാണ്. പിന്നെ ഈ ഡാൻഡ്രഫ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ കൂടുതലും നമ്മുടെ തല അമിതമായിട്ട് തണുത്താലും ഒരുപാട് എണ്ണ കോരി ഒഴിച്ച് നമ്മൾ ചെയ്താലും ഡാൻഡ്രഫ് വരും. നല്ലോണം ഡ്രൈ ആയാലും ഡാൻഡ്രഫ് വരും. എനിക്കിപ്പോൾ തോന്നുന്നു ഞാൻ കുറച്ച് ഡ്രൈ ആക്കിയത് കൊണ്ടായിരിക്കാം ഡാൻഡ്രഫ് വരുന്നത് ചേച്ചി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒത്തിരി ഷൂട്ടിനും കാര്യങ്ങളും ഒക്കെ പോകുന്നുണ്ട്. എനിക്ക് ഒരു ഓയിൽ മസാജ് ചെയ്യാനോ അതിനൊന്നും ഉള്ള സമയം കിട്ടാറില്ല. മിക്കവാറും ഷാംപൂ വാഷോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് മുടി ഒന്ന് നമുക്ക് അപ്പോഴായിരിക്കുമല്ലോ ഒരു എണ്ണമയം ഇല്ലാതെ നല്ലതായിട്ട് കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണെന്ന് തോന്നുന്നു വീണ്ടും ആ ഒരു കുറഞ്ഞു നിന്ന ഡാൻഡ്രഫ് ഇപ്പോൾ വീണ്ടും വന്നേക്കുന്നത്. അതെ, നമ്മുടെ ഈ തണുപ്പ് രാജ്യങ്ങളിൽ ഇപ്പം എൻ്റെ മകളൊക്കെ പുറത്താണ്. അവർ വരുമ്പോൾ അവരുടെ തല ഒരുപാട് ഡാൻഡ്രഫാണ്. എന്ന് വെച്ചാൽ അവർ ചൂട് വെള്ളത്തിലാണ് തല കഴുകുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ചൂട് അധികം ഉപയോഗിക്കുമ്പോൾ കണിശമായിട്ടും ഡാൻഡ്രഫ് ഉണ്ടാവും. അതെ അല്ലേ, ചൂട് വെള്ളത്തിൽ തല കഴുകാൻ പാടില്ല. ഡാൻഡ്രഫ് ഉണ്ടാവും, അത് ഉറപ്പാണ്. അതേ കണക്ക് നല്ലവണ്ണക്ക് കെയർ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു 3 സിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഡാൻഡ്രഫ് പൂർണ്ണമായിട്ടും മാറും. ഓക്കെ, ഞാനിപ്പോൾ ചൂട് വെള്ളത്തിലും തല കഴുകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കും ഈ ഒരു ഡാൻഡ്രഫ് വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1-2 ഷൂട്ടിന് എനിക്ക് വന്നപ്പോൾ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ വന്ന് ഈ ഡാൻഡ്രഫിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് വിചാരിച്ചത്. അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ്. സോ എങ്ങനെയാ ചേച്ചി, ആരാ ചെയ്യുന്നത്? നമ്മുടെ ഇത് എൻ്റെ സ്റ്റാഫ് സരിതയാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മളൊരു അതിന് ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് കൂടെ ഒരു ഹൈ ഫ്രീക്വൻസിയും കൂടെ ചെയ്യുന്നുണ്ട്. അനുഷ, ഇത് വലുതായിട്ട് ഡാൻഡ്രഫ് ഒന്നും ഇല്ല, എന്നാലും ചെറിയതുണ്ട്. ഡ്രൈ ഇതാണ്, സ്ക്ലാപ്പ് നല്ല ഡ്രൈ ആണ്. എന്നാലും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. കാര്യം ഹൈ ഫ്രീക്വൻസി ഒക്കെ ചെയ്യുമ്പോഴേ നല്ലൊരു മസാജറും കാര്യങ്ങളും ഒക്കെ കിട്ടും. എന്താ നമുക്ക് ചെയ്താലോ? അതെ, ഓക്കെ. നമ്മളിപ്പം ഓരോന്നും സെക്ഷൻ എടുത്തിട്ട് അതിനകത്ത് മരുന്ന് വെക്കുവാണ് അല്ലേ? ഹൈ ഫ്രീക്വൻസി. ഓക്കെ, ഹൈ ഫ്രീക്വൻസി കഴിഞ്ഞു. ഈ നമ്മൾ ക്രീം അപ്ലൈ ചെയ്യാൻ പോവാണ്. ക്രീം. ഓക്കെ, ഈ ക്രീം എന്താ ഡാൻഡ്രഫിന് വേണ്ടിയുള്ള ക്രീമാണ്. എന്തൊക്കെയാണ് മിക്സ് ചെയ്തേക്കുന്നത്? ഇതിനകത്തൊരു ജെല്ലും ഉണ്ട്, ഒരു ഓയിലും ഉണ്ട്. ഓക്കെ, അപ്പൊ ഓയിൽ തേക്കണം എന്നുള്ളതാണ് അതിനുള്ള പ്രതിവിധി എന്നും കൂടെ പറയുന്നത് അല്ലേ? ഡാൻഡ്രഫ് അതായത് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നമ്മൾ ഓയിൽ മസാജ് ചെയ്തിട്ട് നമ്മൾ ആ ഓയിൽ ഒരു 20-25 മിനിറ്റ്സേ വെക്കാവൂ തലയിൽ. എന്നിട്ട് നല്ല മെലുട്ടായിട്ടുള്ള ഷാമ്പു തേക്കുമ്പോൾ എപ്പോഴും വെള്ളം ചേർത്ത് വേണം യൂസ് ചെയ്യാൻ. ഡയറക്റ്റ് യൂസ് ചെയ്യാൻ കൊടുക്കരുത്. ഓക്കെ, വെളിച്ചെണ്ണയാണ് നമുക്ക് പ്യുവർ കോക്കനട്ട് ഓയിലാണ് ഏറ്റവും നല്ലത്. പിന്നെ ഒരുപാടുണ്ടല്ലോ ഇപ്പം വിപണിയിൽ, ഒരുപാട് ഓയിലുണ്ട്. നവരത്ന ഓയിലൊക്കെ നല്ലതാണ്. പക്ഷെ അലർജി ഉള്ളവർക്ക്, തണുപ്പുള്ളവർക്ക്
ഇത് പിന്നെ ഇത് നമ്മൾ ഇപ്പോൾ ഈ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് തണുപ്പ്, ചുമ, തുമ്മൽ, പിന്നെ അലർജി ഉള്ളവരൊന്നും അധികം അങ്ങനെ ചെയ്യാണ്ടിരിക്കേണ്ടതാണ് നല്ലത്. അതെ അതെ. ഇതിപ്പോ നമുക്ക് എത്ര സിറ്റിങ്ങിന് വേണ്ടി വരും? 3 സിറ്റിംഗ് അല്ലേ? ഒരു 20 ഡേയ്സ് ഇടവിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോഴത്തേക്കും തന്നെ പൂർണ്ണമായിട്ടും മാറും. ഞങ്ങൾക്ക് റെഗുലർ കസ്റ്റമർ ഉണ്ട് ഇത് ചെയ്യാൻ. ഒരു 3 വട്ടം ചെയ്ത് പോന്നു. പോയിട്ടൊരു നല്ല ഹാപ്പിയാണ് അവര്. അവർക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു ഡാൻഡ്രഫിന്റെ, തല ചൊറിച്ചിലും. ഇനി നമുക്ക് നല്ലൊരു മസാജ് കൊടുക്കണം. ഒരു 5 മിനിറ്റ്സ് മസാജ് കൊടുത്തിട്ട് പിന്നെ അത് 20 മിനിറ്റ്സ് നമ്മൾ സ്ലാപ്പിൽ തന്നെ വെച്ചേക്കണം. മുടി കൊഴിച്ചിലിനൊക്കെ ആണല്ലോ നമ്മൾ, താരനുള്ളപ്പം എന്തായാലും മുടി കൊഴിയും. താരനാണ് ഇപ്പം പ്രധാന വില്ലനായിട്ട് നിൽക്കുന്നത്. അപ്പം മുടി കൊഴിച്ചിൽ കാണും. പിന്നെ ഹൈ ഫ്രീക്വൻസി കൂടെ ചെയ്യുമ്പോഴത്തേന് മുടിക്ക് അത്രയും ഹെൽത്ത് കിട്ടും. ഹെൽത്തി. ഇനി നമുക്കിത് 20 മിനിറ്റ്സ് വെച്ചേക്കണം. 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്യാം. ചേച്ചി അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രോസസ്സ്? ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നല്ല പിന്നെ ഇതിൻ്റെ തന്നെ ഷാമ്പു ഉണ്ട്. ഈ കമ്പനിയുടെ തന്നെ ഷാമ്പു ഉണ്ട്. ഏത് കമ്പനിയാണ് ചേച്ചി അപ്പോൾ യൂസ് ചെയ്യുന്നത്? ഇതിപ്പോൾ ഞങ്ങൾ വെൽവെറ്റ് ബീൻ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇപ്പം ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. നല്ല റിസൾട്ടാണ്. കമ്പനിക്ക് ഒരു പ്രൊമോട്ടാണ്. ഇതിൻ്റെ തന്നെ ഷാമ്പു ആണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അതെ അതെ. അപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ചെയ്യാം. ഓക്കെ. ഇപ്പം എന്തായാലും നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ഡ്രൈ ആക്കാം. എന്നിട്ട് നോക്കാം അല്ലേ റിസൾട്ട്? എന്നിട്ട് നോക്കാം നമ്മുടെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന്. ഈ ഡ്രയർ എപ്പോഴും ചെയ്താലും നമുക്ക് മുടിക്ക് ദോഷമല്ലേ? അതുപോലെ സ്ലാബിലാവരുത് ഈ ചൂട്. അപ്പോഴും ഡാൻഡ്രഫ് വരാനും മുടി പൊട്ടിപ്പോവാനും ഒരുപാട് ഹീറ്റ് അടയ്ക്കുമ്പോഴേ, അപ്പൊ അത് കഴിവതും നമ്മളിപ്പോ ഒരു സ്പാ ചെയ്യാൻ വരുന്നവര് സ്പാ ചെയ്ത് കഴിഞ്ഞിട്ട് എന്റെ മുടി സെറ്റ് ചെയ്യണമെന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ പറയും സ്പാ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അധികം മുടി ചൂട് നമുക്കത് പറ്റത്തില്ല. മുടിക്ക് അത് എപ്പോഴായാലും മുടി ഡാമേജ് ആവുന്ന പറയുമ്പോൾ ചില കസ്റ്റമർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. ഞങ്ങളത് ഹാഫ് ഡ്രൈ ആക്കിയേ വിടത്തുള്ളൂ. ചിലർക്കത് മനസ്സിലാവും. അപ്പം അതും ഡാൻഡ്രഫ് കൂടാനൊക്കെ ഒരുപാട് സഹായിക്കും. ഒരുപാട് ചൂട്. അതെ. അപ്പൊ ഒത്തിരി ഡ്രയർ ഒന്നും യൂസ് ചെയ്യാനും നമ്മൾ പാടില്ല എന്നുള്ളതാണ്. കാരണം സ്കാൽപ്പില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂടുവെള്ളത്തിലൊക്കെ കുളിക്കുന്നോണ്ടായിരിക്കാം ആ ഒരു ഡാൻഡ്രഫ് ഇപ്പൊ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ചൂട് കൊടുക്കുന്നതും ഈ ഒരു ഡാൻഡ്രഫ് ഒരുപാട് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് സിറ്റിങ്ങിൽ തന്നെ സ്കാൽപ്പെല്ലാം നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ സ്കാൽപ്പാണ്. അപ്പോൾ ആ യൂസ് ചെയ്യുന്ന മെത്തേഡും അതുമാത്രമല്ല അതിൽ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ആയിരുന്നാലും ഓയിലായിരുന്നാലും എല്ലാം നല്ല എഫക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതായത് സ്ക്രബ് ചെയ്യുമ്പോൾ പോലും ആ ഒരു ഡാൻഡ്രഫോ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ ഡാൻഡ്രഫിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് റിസൾട്ട് എന്നുള്ളത് നമ്മൾ ഉടനെ തന്നെ കാണിക്കും അല്ലേ ചേച്ചി? ഓക്കെ. അപ്പോൾ 20 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വന്നിട്ട്, അതായത് 3 സിറ്റിംഗ് ആണ് ഉള്ളത് ഈ ഒരു ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റിന്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ആ ഒരു മെത്തേഡ് പോകുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.
അപ്പൊ മായ ചേച്ചിയായിട്ട് നമ്മൾ വീണ്ടും ലീക്യൂട്ട് മേക്ക് ഓവർ സ്റ്റുഡിയോയിൽ വീണ്ടും എത്തും. അതൊരിക്കും ബൈ പറയാം അല്ലേ? ബൈ. ചെറുത ബൈ പറഞ്ഞോ. ബൈ.